ITV ന്യൂസ് പൂട്ടുവാൻ ശ്രമിച്ച അപ്പോത്തൊലിയനും കൊട്ടാരക്കര പണീശനും കോടതിയിൽ തിരിച്ചടി. ITV ന്യൂസ് പൂട്ടി എന്നെ കള്ളപ്പരാതി നൽകി അറസ്റ്റ് ചെയ്ത് നാണം കെടുത്തി ജയിലിലടയ്ക്കുവാനുള്ള കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരൻ കൊട്ടാരക്കര അപ്പോത്തൊലിയന്റെയും അവന്റെ അടുക്കള നിരങ്ങി കൊട്ടാരക്കര പണീശന്റെയും ശ്രമം വീണ്ടും പാണി. ഇത്തരം വചനക്കൊള്ളക്കാരായ കളകളെ പറിച്ചു കളയുവാനും വിശ്വാസ സമൂഹത്തെ കൊള്ളയടിക്കുന്ന ഈ കൊളയട്ടകളെ ഇല്ലായ്മ ചെയ്യുവാനും ഞങ്ങളും ഈ സമൂഹത്തിൽ ആവശ്യമാണ് എന്നോർത്തുകൊണ്ടാവാം ഞങ്ങളുടെ തല താഴ്ത്തുവാൻ ദൈവം തമ്പുരാൻ ഒരു അവസരം ഉണ്ടാകാത്തത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മറിച്ചായിരുന്നു എങ്കിൽ ഇവരുടെ കുടില പ്രവർത്തനങ്ങൾ വിജയിക്കുമായിരുന്നു. സുശേഷ പ്രവർത്തനത്തിൻ്റെ മറവിൽ ക്രിസ്തുവിൻ്റെ നാമം വൃഥാ ഉപയോഗിച്ച് സാധുക്കളായ ജനങ്ങളെ വഞ്ചിച്ച് സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങൾ നടത്തുന്ന ഈ ആത്മീയ കുർവാ സംഘത്തിൻ്റെ തട്ടിപ്പുകൾ ഞങ്ങൾ വാർത്തയായി നൽകുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൊട്ടാരക്കര SHOയ്ക്കും തെളിവുകളടക്കം ഞങ്ങൾ പരാതി നൽകുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര DYSP ഓഫീസിൽ നിന്നും എന്നെ വിളിക്കുകയും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്നും അന്നേ എന്നോട് പറഞ്ഞിരുന്നു, ഈ പരാതിയിൽ ഒന്നും സംഭവിക്കില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ്, ആ റിപ്പോർട്ട് കൊടുത്ത് ഈ കേസ് ക്ലോസ് ചെയ്യുവാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം എന്ന്. കൊട്ടാരക്കര പണീശൻ്റെ സ്വന്തം ആളായതുകൊണ്ട് കേസെടുക്കേണ്ട എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും അറിയിച്ചിരുന്നു. വിട്ടതിന്ന പട്ടിയെപ്പോലെ ദശാംശവും സ്തോത്രക്കാഴ്ചയും കിട്ടി കൊഴുത്തവൻ്റെ അമേദ്യം തിന്നവർ വാലാട്ടി നാക്ക് നുണഞ്ഞു നിന്ന് ആ സ്നേഹം പ്രകടിപ്പിച്ചു. ഓർക്കുക, ഒരു സ്ത്രീ 10-12 വർഷക്കാലം തന്നെ ഭാര്യയായി പാസ്റ്റർ ചൂഷണം ചെയ്തു. ആ ബന്ധം പൊളിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ആ സ്ത്രീയുടെ മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോകൾ ടെലിഫോൺ നമ്പർ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും അവരെ നാണം കെടുത്തുകയും ചെയ്തു എന്ന പരാതിയിന്മേൽ ആ പരാതിക്കാരിയെ വിളിച്ച് അവരുടെ ഭാഗം പോലും കേൾക്കാതെ യാതൊരു അന്വേഷണവും നടത്താതെ ആ കേസ് മടക്കി. എന്നാൽ ഒരു നടി ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തപ്പോൾ കാണിച്ച ആ ഉത്സാഹവും നാം കണ്ടതാണ്. ഇവിടെ പരാതിക്കാരി ഒരു സാധാരണക്കാരിയാണ്, അവരുടെ കയ്യിൽ പണവുമില്ല. എന്നിട്ട് ചെയ്തത് കേൾക്കുക. എന്നെ 1-ാം പ്രതിയാക്കിയും പരാതിക്കാരിയെ 2-ാം പ്രതിയാക്കിയും ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. FIR ഇട്ട വിവരം രഹസ്യമാക്കി വെച്ചു. ഞാൻ പരാതി നൽകി 18 ദിവസം കഴിഞ്ഞാണ് വാദിയെ പ്രതിയാക്കി എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നോർക്കണം. ഡിസംബർ മാസം കോടതി വെക്കേഷനാകുന്ന ആ സമയത്ത് തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് പുതുവത്സര പ്രവേദനത്തിൽ ദൈവദാസന്മാർക്കെതിരെ ദൈവദൂഷണം പറഞ്ഞ ITV ന്യൂസ് ഉടമയ്ക്ക് ദൈവശിക്ഷ നടപ്പാക്കി എന്ന് പ്രചരിപ്പിക്കുവാൻ അവർ കാത്തിരുന്നു. കൊട്ടാരക്കര പണീശൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവനെ പൂട്ടാൻ എന്തൊക്കെ വകുപ്പുകൾ ഇടാൻ പറ്റുമോ അതെല്ലാം ഇട്ട് അവനെ പൂട്ടണം, ഇനി പുറം ലോകം കാണാൻ പാടില്ല എന്നായിരുന്നു കൊടുത്ത നിർദ്ദേശം. കേസിന് ബലം കിട്ടുവാൻ ഇവന്മാർ ചെയ്ത പണി ഭാര്യയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. അങ്ങനെ ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു, കലാപമുണ്ടാക്കുവാൻ ശ്രമിച്ചു തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ട് എൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ലൈംഗിക ചൂഷണം, പോക്സോ കുറ്റകൃത്യം, സാമ്പത്തിക അപകരണം, ക്രിസ്തുവാണെന്ന് പറഞ്ഞ് വ്യാജ റെക്കോർഡിംഗ് ഉണ്ടാക്കി പണം തട്ടിയതൊന്നും ഒരു കേസല്ല. അതിൻ്റെ പേരിൽ തെളിവുകളടക്കം പരാതി നൽകിയ എനിക്കെതിരെ കലാപാഹ്വാനത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നിവൃത്തികേട് കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ അവരെ അവിടെ വെച്ചേക്കത്തില്ല. ഏത് ആഭാസനാണെങ്കിലും മന്ത്രി പദവിയിൽ അവൻ ഇരുന്നാൽ അവൻ പറയുന്നത് അവർക്ക് കേൾക്കേണ്ടി വരും. ഈ കള്ളക്കേസ് എടുത്തപ്പോഴും ഞാൻ വളരെ എളിമയോടെ എന്ന് പറഞ്ഞിരുന്നു, ഭാരതീയ ന്യായസംഹിതയും ബഹുമാനപ്പെട്ട കോടതികളുമൊന്നും കൊള്ള നടത്തി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന അവൻ്റെ അപ്പൻ്റെ പിള്ളയുടെ വകയല്ല എന്ന്. കള്ളക്കേസുകൾ എടുത്താലും അട്രാക്റ്റ് ചെയ്യുന്ന സെഷനുകൾ മാത്രമേ ഇടാവൂ എന്ന്. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുള്ള സാധ്യമായ എല്ലാ നാണംകെട്ട പണികളും ഇവർ സംഘടിതമായി ചെയ്തു. ശത്രുക്കളെല്ലാം ഒത്തുചേർന്നു. പത്തനാപുരത്ത് ഇന്നൊരു തെരുവുനായ്ക്ക് ഗർഭമുണ്ടായാൽ പോലും ഇന്ന് നാട്ടുകാർ ആദ്യം സംശയിക്കുന്നത് ഈ കൊട്ടാരക്കര പണീശനെയാണ്. ഇവൻ കാണിച്ചു കൂട്ടുന്ന മ്ലേച്ഛതകൾ എന്തൊക്കെയാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തുകയും അന്യായമായി എന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ച് ഹർജി പരിഗണിക്കുകയും ഇരു കൂട്ടരുടെയും വിശദമായ വാദം കേൾക്കുകയും ചെയ്തു. ITV ന്യൂസ് പ്രമുഖരായ പല വ്യക്തികൾക്കെതിരെയും മതാധ്യക്ഷന്മാർക്കെതിരെയും സഭകൾക്കെതിരെയും നിരന്തരമായി വാർത്തകൾ നൽകുകയും അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അത്തരത്തിൽ നിരവധി കേസുകൾ ചാനലിനെതിരെയും ഉടമയായ എനിക്കെതിരെയും ഉണ്ടെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അതെല്ലാം കെട്ടിച്ചമച്ച കേസുകളാണെന്നും പല കേസുകളും പരാതിക്കാർ തന്നെ പിൻവലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇതുവരെ ഒരു പെറ്റി കേസിൽ പോലും എന്നെയോ ITV ന്യൂസിനെയോ ശിക്ഷിച്ചിട്ടില്ലെന്നും ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തി. ഗൂഢലക്ഷ്യങ്ങളോടെ രാഷ്ട്രീയ പ്രേരിതമായി അധികാരം ദുർവിനിയോഗം ചെയ്ത് കള്ളക്കേസെടുത്ത് അട്രാക്റ്റ് ചെയ്യാത്ത വകുപ്പുകളുമിട്ട്
കെട്ടിച്ചമച്ച കേസാണിതെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാവണം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഞങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് തീർപ്പാക്കിയത്. അഡ്വക്കേറ്റ് സൂരജ് ഇലഞ്ഞിക്കലായിരുന്നു i2 ന്യൂസിന് വേണ്ടി ഹാജരായത്. അതോടെ കള്ളക്കേസിൽ കുടുക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുള്ള, അതുപോലെ i2 ന്യൂസുമായിട്ട് വിവരങ്ങൾ പങ്കുവച്ച അനുപമ ജോയിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുള്ള ആ ശ്രമവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉചിതമായ ഇടപെടൽ കൊണ്ട് സാധ്യമായി. മാന്യ പ്രേക്ഷകർക്കറിയാമല്ലോ, i2 ന്യൂസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ രാഷ്ട്രീയക്കാരന്മാരുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ സഭകളുടെയോ ചട്ടുകമല്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുമായും ഒരു മമതയോ വിരോധമോ ഇല്ല. നൽകിയിട്ടുള്ള എല്ലാ വാർത്തകളും സത്യസന്ധവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നൂറുകണക്കിന് ഇതുപോലുള്ള കള്ളപ്പരാതികൾ വന്നിട്ടും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടും എല്ലാം ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂല വിധികൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയെ അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ അധികാരത്തിൻ്റെ ഹുങ്കിൽ കള്ളപ്പണത്തിൻ്റെ തിമിർപ്പിൽ അഹങ്കരിക്കുന്ന ഒരൊറ്റ അപ്പോസ്തലനെയും അവൻ്റെ അടുക്കള നിറങ്ങുന്ന ഒരൊറ്റ പണീശന്മാരെയും ഞങ്ങൾ ഭയപ്പെടുകയില്ല. അവന്മാരുടെ നെഞ്ചിന് മുകളിൽ കയറി നിന്ന് ഞങ്ങൾ സത്യം ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.